ജർമ്മനിയായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ആയാലും നഴ്സസ് പ്ലേസ്മെൻ്റ് ആയാലും നമ്മൾ നിരന്തരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഈ മെഡിക്കൽ ജർമ്മൻ അല്ലേ. മെഡിക്കൽ ജർമ്മൻ എന്താണ് ശരിക്കും മെഡിക്കൽ ജർമ്മൻ, അല്ലെങ്കിൽ ആർക്കാണ് ഈ മെഡിക്കൽ ജർമ്മൻ ശരിക്കും ആവശ്യം, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് ഈ ഡിസ്കഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. അതായത് എന്താണ് ശരിക്കും മെഡിക്കൽ ജർമ്മൻ? യെസ്, മെഡിക്കൽ ടേംസ് ഒക്കെയും പഠിപ്പിക്കുന്നതാണ് ഈ മെഡിക്കൽ ജർമ്മൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും +2 കഴിഞ്ഞിട്ട് കുട്ടികൾ ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നത്, മെജോറിറ്റി സ്റ്റുഡൻസും പോകുന്നത് നഴ്സിംഗ് പ്രോഗ്രാമിനാണ്. അതെ. അപ്പോൾ നഴ്സിംഗ് പ്രോഗ്രാമിന് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും പല സ്റ്റുഡൻസിനും അവിടെ ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിസേഴ്സ്, അതിനെന്താണ് ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത് എന്ന് അവർക്ക് അറിയണ്ടാവില്ല. ഈവൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ അവർ ഉപയോഗിക്കുന്നത്, യെസ്, തെർമോമീറ്റേഴ്സ്, BP അപ്പാരറ്റസ്, കിഡ്നി ട്രേ, കോട്ടൺ ബോൾസ്, ഓക്കെ, ഇതെന്താണേലും ആ കുട്ടികൾക്ക് അറിയണ്ടാവില്ല അത് ജർമ്മൻ ലാംഗ്വേജിൽ എന്താ പറയുന്നതെന്ന്. ശരിയാണ്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കണം. ഇത് കൂടാതെ നഴ്സസ്, ഒത്തിരി പേര് ഇപ്പോൾ പ്രൊഫഷണൽ നഴ്സസ് ആയിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ അവരും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ നാട്ടിൽ നിന്ന് ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെയും ജർമ്മൻ ലാംഗ്വേജിലാണ് വരുന്നത്. സോ അത് മുന്നോടിയായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഈ മെഡിക്കൽ ജർമ്മൻ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം തന്നെ വരുന്നത്. ഐ തിങ്ക് വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം നമുക്കറിയാം എല്ലാവരും ജർമ്മനിയിൽ പോകാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം, പല ലെവൽസ് ആയിട്ട് A1 മുതൽ B2 ലെവൽ വരെ പഠിക്കുക. പക്ഷേ ഈ ഒരു B2 ലെവൽ വരെ പഠിച്ചാൽ, ഇനിയിപ്പോൾ C1 ലെവൽ പഠിച്ചാൽ പോലും നമ്മൾ പഠിക്കുന്ന ജനറൽ ജർമ്മൻ ആണല്ലോ. അതായത് ഡെയിലി സോഷ്യൽ സെറ്റിങ്സിൽ എങ്ങനെയൊക്കെ പെരുമാറാം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യണം, അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ, സോഷ്യൽ കോണ്ടെക്സ്റ്റ്, എവറി ഡേ എല്ലാ ദിവസവും നടക്കുന്ന ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലൊക്കെ എങ്ങനെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ജർമ്മനാണ്. ഇനിയിപ്പോൾ ബോഡി പാർട്സ് പഠിച്ചാൽ പോലും നമ്മളെന്തായാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, ഹാൻഡ്സ്, ലെഗ്സ്, നോസ്, ഐസ്, അതൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പം ഒരു ഹോസ്പിറ്റൽ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നൊരു കാൻഡിഡേറ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം പെട്ടെന്ന് ഇതൊക്കെ ജർമ്മൻ ലാംഗ്വേജിലല്ലേ അവിടെ കോഴ്സ് എടുക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാം തന്നെ ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ്. സോ ബേസിക് നമ്മൾ നാട്ടിൽ നിന്ന് ബയോളജി മാത്രം പഠിച്ചിട്ട് പോകുന്ന കുട്ടികളാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് അനാറ്റമി, അതായത് ബോഡി പാർട്സ്, അല്ലെ, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒക്കെയും പേര് പെട്ടെന്ന് ജർമ്മൻ ലാംഗ്വേജിലേക്ക് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതിനോടൊപ്പമാണ് അവർ ഹോസ്പിറ്റലിൽ ചെന്ന് ജോലിയും ചെയ്യണം. സോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുക, നേറ്റീവ് ജർമ്മൻസ് ആണ്. നാട്ടിൽ നിന്ന് ഇന്ത്യൻസിനോടാണ് അവർ ജർമ്മൻ ലാംഗ്വേജ് സംസാരിച്ച് പഠിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ ജർമ്മൻസിനോടാണ് സംസാരിക്കുന്നത്. സോ അവരെ അറിയാലോ, ഒത്തിരി ഫാസ്റ്റ് ആയിരിക്കും, ഇവിടെ കേട്ടിരിക്കുന്നതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ പേഷ്യൻസ് പറയുന്നത് അവർക്ക് മനസ്സിലാകണം, അല്ലേ. അപ്പോൾ അതൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു മെഡിക്കൽ ജർമ്മനാണ് അതിന് ഹെൽപ്ഫുൾ ആവുക. എന്താണ് ഒരു പേഷ്യൻ്റ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒരു കംപ്ലയിൻറ്റ് അതെങ്ങനെയായിരിക്കും പേഷ്യൻ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്രാക്ചർ ആയിട്ടുള്ള പേഷ്യൻ്റാണ്, ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ഇല്ല, ഓക്കെ, ആ പേഷ്യൻറ്റിന് ഇത് പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക്, അത് നേഴ്സാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഇവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, വേർഡ്സ് എല്ലാം തന്നെ അറിയണം. ഇവിടെ ഇപ്പോൾ നാട്ടിലിപ്പോൾ വെയിറ്റ്, അല്ലേ, വെയിറ്റ് തന്നെ ആയിരിക്കില്ല അവിടെ ജർമ്മൻ ലാംഗ്വേജ് പറയുന്നത്. അങ്ങനെ സിമ്പിൾ ടേംസ് പോലും ജർമ്മൻ ലാംഗ്വേജിൽ പഠിച്ചെടുക്കണം. അതൊരു B2 ലെവലിലൊക്കെ ആവുമ്പോൾ സംഗീത പറഞ്ഞതുപോലെ തന്നെ അവിടെയൊക്കെ ജർമ്മൻ ജനറൽ ആയിട്ടുള്ള ജർമ്മനാണ് പഠിക്കുന്നത്. അവരൊരിക്കലും ഈ ഒരു മെഡിക്കൽ പാർട്ടൊന്നും അവിടെ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ജർമ്മൻ നേരത്തെ തന്നെ പഠിക്കണമെന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഇവർക്ക് ചെയ്യുന്ന ഈ ഒരു റെക്കോർഡിങ്സ് ഒക്കെയും വളരെയധികം ലീഗൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, അല്ലേ. അപ്പോൾ ഇപ്പോൾ പേഷ്യൻറ്റിന് ഇന്ന ടാബ്ലറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന ഇഞ്ചെക്ഷൻ കൊടുത്തു, ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാണ് റിയാക്ഷൻ ഉണ്ടായത് എന്നൊക്കെ അവരൊരു ചാർട്ടിനകത്ത് എഴുതുന്നുണ്ട്. ഈ എഴുതുന്നത് മൊത്തവും ജർമ്മൻ ലാംഗ്വേജിലാണ് എഴുതുന്നത്. അത് പിന്നീട് ചിലപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം ഒരു ആളുടെ ഫാദർ പെട്ടെന്ന് മരിച്ചു,
മരിച്ചു കഴിഞ്ഞപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് അയാൾക്ക് ആ ഇൻഷുറൻസിന് എഗെയിൻസ്റ്റ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും തെളിവായിട്ട് പോകേണ്ടത് ഈ ചാർട്ടാണ്. സോ ഈ ചാർട്ടിനകത്ത് പ്രോപ്പർലി ഇവരുടെ ചാർട്ടിങ്, അതായത് റെക്കോർഡിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ജർമ്മൻ ലാംഗ്വേജിലില്ല എങ്കിൽ അപ്പോഴും അവിടെ ബുദ്ധിമുട്ടും, റൈറ്റ് അല്ലേ? അപ്പോൾ അതാണ്, അതൊരു ലീഗൽ ഡോക്യുമെൻ്റാണ്. പിന്നെ ഇപ്പോൾ നേഴ്സസ് ആണെങ്കിൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു എക്സാം ഉണ്ട്. അതാണ് കെൻറ്റനസ് പ്രൂഫിംഗ്. അപ്പോൾ ഈ കെൻറ്റനസ് പ്രൂഫിംഗ് എക്സാമിനും ഇവർക്ക് പ്രോപ്പർലി ഈ ബോഡി കണ്ടീഷൻസ്, ഡിസീസ് കണ്ടീഷൻസ് ഒക്കെയും തന്നെ ജർമ്മൻ ലാംഗ്വേജിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അല്ലേ? ഡയബറ്റിസിന് എന്താണ് പറയുന്നത്, ഡയബറ്റിസ് അൾസറിന് എന്ത് പറയും, അതിൻ്റെ സിംറ്റംസും, യെസ്, അതെങ്ങനെ അല്ലേ? ഇപ്പോൾ കോമൺ ആയിട്ടുള്ള അസുഖം ഇപ്പോൾ വളരെ കോമൺ ആണ്, ഡെമെൻഷ്യയും അൽഷിമേഴ്സ് ഒക്കെ അവിടെ കോമൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെയും ഇംഗ്ലീഷാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ജർമ്മൻ ലാംഗ്വേജ് ഇക്വലന്റ് പഠിച്ചിരിക്കണം ജർമ്മനിൽ. ഐ തിങ്ക് വെരി റെലവെൻറ്റ്. കാരണം പെട്ടെന്ന് അവിടെ പോയി ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ, ഇപ്പോൾ ഹോസ്പിറ്റലും ആണെങ്കിലും അവർ വർക്ക് ചെയ്യണമല്ലോ, പ്രാക്ടിക്കൽ പ്ലസ് തിയറി ആണല്ലോ. അപ്പം അങ്ങനെ നേറ്റീവ് ജർമ്മൻസിൻ്റെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ ഫാസ്റ്റാണ് പറഞ്ഞത്, എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായാലും അത് വേറൊരു മെഡിക്കൽ പ്രൊഫഷണലോട് പറയണമെങ്കിൽ, ഡോക്ടറിനോട് കൺവേ ചെയ്യണമെങ്കിൽ ഞാൻ റൈറ്റ് ടേംസ് യൂസ് ചെയ്യണം. ചിലപ്പോൾ പേഷ്യൻ്റ് പറയും എനിക്ക് ഹെവി ബ്രീതിങ് അല്ലെങ്കിൽ എനിക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ മെഡിക്കൽ ടേം യൂസ് ചെയ്തിട്ട് വേണം ഡോക്ടറിന് കൺവേ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ മെഡിക്കൽ ടെർമിനോളജീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലീഗൽ ഡോക്യുമെൻറ്റേഷൻ. അതുപോലെ അത് കൂടാതെ തന്നെയാണ് ജർമ്മനി പോലത്തെ ഒരു കൺട്രിയിൽ സോഷ്യൽ സെക്യൂരിറ്റീൻ്റെ ഭാഗമായിട്ട് അവർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയാലും എല്ലാം കവേർഡ് ആണല്ലോ. അപ്പം ഈ വരുന്ന കാര്യങ്ങളൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം മെഡിക്കൽ ജർമ്മൻ ഈസ് വെരി വെരി റെലവെൻറ്റ് ഇൻ ദാറ്റ് കേസ്. സോ ബട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പം ഒരു 12th കഴിഞ്ഞൊരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ചെയ്തൊരു കാൻഡിഡേറ്റ് ആയിരിക്കാം നഴ്സിംഗ് ഹോസ്പിറ്റലും ചെയ്യാൻ പോകുന്നത്, നോട്ട് ഫ്രം ദ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കുക, അതും ഒരു നേഴ്സാണെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം. പക്ഷേ ഇത്രയും വേർഡ്സ് പഠിച്ചെടുക്കാൻ വലിയൊരു ചാലഞ്ച് അല്ല. അതെങ്ങനെയാണ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുക? പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ A1 to B2 അവർ പഠിച്ച് B2വിൻ്റെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കാം പലരും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവർ ആ B2 കഴിഞ്ഞ് ചിലപ്പോൾ ഒത്തിരി മാസം എടുക്കും. 8 to 9 months ആണ് പലപ്പോഴും പ്രോസസ്സിങ്ങിന് വരുന്നത്. ആ ഒരു ടൈം പീരീഡ് അവർക്ക് യൂട്ടിലൈസ് ചെയ്ത് ആ ടൈമിൽ അവർക്ക് ഈ ഒരു മെഡിക്കൽ ജർമ്മൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന ഉടനെ തന്നെ അവർക്ക് ഡിഫിക്കൽട്ടീസ് അതൊക്കെ അവർക്ക് കവർ ചെയ്യാൻ പറ്റും, അല്ലേ? നേരത്തെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനാറ്റമിയും ഫിസിയോളജിയുടെയൊക്കെ കുറച്ച് വേർഡ്സൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഒക്കെ നമുക്ക് അവർക്ക് കാൻഡിഡേറ്റ്സിന് സമയം കാണില്ല. ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞ് അതിനോടൊപ്പം ഡ്യൂട്ടിയും ഒക്കെ വന്നിട്ട് അവർക്ക് ടൈം കാണില്ല പ്രോപ്പറായിട്ട് പഠിക്കാൻ. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് അവർക്ക് പഠിക്കാനായിട്ട് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത് ലെവലായിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽ കാൻഡിഡേറ്റ് പഠിക്കുന്ന മെഡിക്കൽ ജർമ്മൻ തന്നെയാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തൊരു നേഴ്സ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പഠിക്കേണ്ട രണ്ടും സെയിം ആണോ അതോ ഡിഫറൻസസ് ഉണ്ടോ? സോ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റ് ആദ്യമായിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ കാണുന്നത്. സോ അവർക്ക് ഹോസ്പിറ്റലിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം, അതിൻ്റെ ഓർഗനൈസേഷൻ, അല്ലേ? ഒരു പേഷ്യൻറ്റിനോട് എന്താണ് തുടക്കത്തിൽ ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കണം, ആ രീതിയിൽ വെച്ച് തുടങ്ങണം. അപ്പോൾ അവർക്കൊരു ബേസിക് ലെവലുണ്ട്. ഇനി ഇതിൽ കൂടുതലാണ് നേഴ്സസിന് വേണ്ടത്. ഓക്കെ, നേഴ്സസിനും ഇത് ഉറപ്പായിട്ടും വേണം. അത് കൂടാതെ അവർക്ക് ഡിസീസ് കണ്ടീഷനെ കുറിച്ചും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, ടാബ്ലറ്റ് അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത്, ഇതിൻ്റെ ഒക്കെയും തന്നെ ജർമ്മൻ ലെവൽ വേണം. അപ്പോൾ ഒരു നേഴ്സിന് ഇത് രണ്ടും വേണം, ബേസിക്കും വേണം അഡ്വാൻസ്ഡും വേണം. നേരെ മറിച്ച് ഒരു ഹോസ്പിറ്റൽ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ആ ബേസിക് ലെവൽ മതിയാകും. ബാക്കി എല്ലാം അവരവിടെ പോയിട്ടാണല്ലോ പഠിക്കുന്നത്. പക്ഷേ ബേസിക് ഒരു അവയർനെസ് കിട്ടിയാൽ ഇത് അവർ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, അല്ലേ? റൈറ്റ്. സോ ഹോസ്പിറ്റൽ സ്റ്റുഡൻസിനാണെങ്കിൽ ബേസിക് ലെവൽ മതിയാവും. ഒരു നേഴ്സാണ് മെഡിക്കൽ ജർമ്മൻ നോക്കുന്നതെങ്കിൽ അഡ്വാൻസ് ലെവലും ബേസിക്കും അഡ്വാൻസ് ലെവലും കവർ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ അഡ്വാൻസ് ലെവൽ വരെ എത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ മാം പറഞ്ഞ പോലെ ഡിസീസ് കണ്ടീഷൻസ്, ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാം, ഡയബറ്റീസ് അറിയാം, ഡിമെൻഷ്യ അറിയാം. പക്ഷെ അതെല്ലാം ജർമ്മനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ
ഒരുപാട് കാര്യങ്ങളില്ല, അതെങ്ങനെയാണ് അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുക? യെസ്, നമുക്ക് മെഡ്സിറ്റിക്ക് തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു മെഡിക്കൽ ജേർമൻ്റെ മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ജർമ്മൻ്റെ ഗ്രാമർ A1 to B2 ഒക്കെയുള്ള ഗ്രാമർ ടെക്സ്റ്റ്, ഇപ്പോൾ പല ഗ്രാമർ ടെക്സ്റ്റും കാണുന്നത് ഫുൾ ജർമ്മൻ ലാംഗ്വേജിൽ തന്നെയാണ്. ഒരു തുടക്കത്തിൽ ഒരു കുട്ടിക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. പക്ഷെ നമ്മളിവിടെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ജർമ്മൻ ലാംഗ്വേജ് കൂടാതെ ആ ജർമ്മൻ്റെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. യെസ് യെസ് യെസ്. നമുക്കിപ്പോൾ OET ടെക്സ്റ്റ് ഉണ്ട്, IELTSൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എല്ലാം സ്വന്തമായിട്ട് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം കോൺസ്റ്റൻ്റ്ലി പുതിയ പുതിയ ടെക്സ്റ്റുകൾ അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ പലപ്പോഴും സ്റ്റുഡൻസിന് പല ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളത് ടാക്കിൾ ചെയ്യാനായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് വരുന്നത്. സോ അത് ടാക്കിൾ ചെയ്യാൻ എപ്പോഴും ഈ കാൻഡിഡേറ്റ്സിനൊക്കെയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഗ്രാമർ മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഗ്രാമർ ടെക്സ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ജർമ്മൻ്റെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിലാണ് ഇരിക്കുന്നത്. സോ അത് ഒത്തിരിയും യൂസ്ഫുൾ ആയിട്ട് കാൻഡിഡേറ്റ്സിനായി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ ജർമ്മനും നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്. യെസ്, സോ സെയിം വേ മെഡിക്കൽ ജർമ്മനും ഇതുപോലെ തന്നെ മെഡിക്കൽ കാര്യങ്ങളെല്ലാം തന്നെ അതും ബിഗിനിങ് ടു എൻഡ്, അതായത് ഒരു ഹോസ്പിറ്റൽ, അതായത് ബോത്ത് ഒരു ബേസിക് ലെവലിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റുഡൻസിന് എന്തൊക്കെ ജർമ്മൻ ലാംഗ്വേജിൽ പഠിക്കണോ അതും ആ ടെക്സ്റ്റിൽ കാണും. അതുകൂടാതെ ഒരു നഴ്സിന് ഡിസീസ് കണ്ടീഷൻസും ഒക്കെയും. പിന്നെ ഇത് പഠിക്കാനായിട്ട് കൂടുതലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൻഡിഡേറ്റൊക്കെയും പഠിക്കേണ്ടത് ഒത്തിരി സ്പീക്കിംഗ് ഇവർക്കില്ല. അതെ അതെ. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ B2 വരെ ഇവർ എക്സാം എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. എക്സാം ഫോമാറ്റ് പഠിച്ച് യെസ്, ബൈ ഹാർട്ട് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും എക്സാം എഴുതുക, ഇത് മാത്രമാണ് അവരുടെ എയിം. സോ അവിടെ സ്പീക്കിംഗ് അധികം അവർക്ക് ഉണ്ടാവുന്നില്ല. ബട്ട് ഇവിടെ വേണ്ടതും ഒത്തിരി സ്പോക്കൺ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതും ഈ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇൻ്റർവ്യൂസിന് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നഴ്സസിനോട് ഒബ്വിയസ്ലി ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുക. അപ്പോഴത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. മെഡിക്കൽ ജർമ്മൻ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെയും തന്നെ അവർക്ക് അറിയും. സോ ദേ വിൽ ബി ഏബിൾ ടു ആൻസർ ബെറ്റർ ബിക്കോസ് ദേ നോ, അല്ലേ? സോ അതാണ് ആ മെഡിക്കൽ ജർമ്മൻ്റെ ഒരു അഡ്വാൻറ്റേജ്. യെസ്, ട്രൂ. ജസ്റ്റ് ഇമാജിൻ, ഞാനൊരു നേഴ്സാണ്, എനിക്ക് 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കെല്ലാം അറിയാം, വെരി കോൺഫിഡൻ്റ് ആയിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ മാനേജ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, എൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചിലപ്പം മെഡിക്കൽ ജർമ്മൻ എനിക്ക് അറിയില്ലെങ്കിൽ ഐ വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ഒരു പ്രൊസീജിയറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ടേംസ് സോ അതൊക്കെയാണ് നമ്മുടെ ഈ ലേണിംഗ് മെത്തേഡിനകത്ത് നമുക്കിതൊക്കെയാണ് റോൾ പ്ലേസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ആക്ട് ചെയ്തിട്ട് ഒരാൾ പേഷ്യൻറ്റും ഒരു നേഴ്സായിട്ടും ഒക്കെ ആക്ട് ചെയ്ത് എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷനൊക്കെ പോകുന്നത്, അതൊക്കെ ഈ ഒരു ഡിസ്കഷൻ മോഡിൽ പോകുമ്പോഴേക്കോ അല്ലെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ അവർ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോഴോ അവരുടെ ആ ലാംഗ്വേജ് ബെറ്റർ ആവും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ആ മെഡിക്കൽ ടേംസ്, അതിനോട് അടുപ്പിച്ചിട്ടുള്ള മെഡിക്കൽ ടേംസും അവർ പഠിച്ചു, കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ആവും, സ്കിൽസ് ഇംപ്രൂവ് ആവും, പ്ലസ് ദി അവയർനെസ് ഓഫ് മെഡിക്കൽ ജർമ്മൻ. റൈറ്റ്, ഗ്രേറ്റ്. സോ ഐ തിങ്ക് മെഡിക്കൽ ജർമ്മൻ ഈസ് ഹൈലി റെലവെൻറ്റ് വെൻ ഇറ്റ് കംസ് ടു നഴ്സസിന് മാത്രമല്ല, ബിൽഡോങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും മെഡിക്കൽ ജർമ്മൻ കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഒന്ന് പ്രിപ്പയർഡായി പോയാൽ നിങ്ങൾക്ക് ആ പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് മാറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുതിയതാണ്, അല്ലേ? നമുക്ക് അവിടെ പഠിപ്പിക്കുന്ന രീതി, അവരുടെ കൾച്ചർ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് ജർമ്മൻ ലാംഗ്വേജിൽ, ഒരു ന്യൂ ലാംഗ്വേജിൽ ഇതൊക്കെ കേൾക്കുമ്പം ആ ഒരു ചാലഞ്ചിനെ എളുപ്പത്തിൽ ടാക്കിൾ ചെയ്യാൻ 4 to 5 months 6 months ടൈമിൽ മെഡിക്കൽ ജർമ്മൻ എന്തുകൊണ്ടും കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. നേഴ്സ് ആണെങ്കിൽ എന്തായാലും കൺസിഡർ ചെയ്തിരിക്കുക. കാരണം ഒരുപാട് കാൻഡിഡേറ്റ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ് ഇൻ്റർവ്യൂവിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സൊക്കെ അവർ ചെയ്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടായേക്കാം, പക്ഷേ ജർമ്മൻ ലാംഗ്വേജിലെ കോൺഫിഡൻസോടെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതൊരു സ്കില്ല് തന്നെയാണ്. ആൻഡ് മെഡിക്കൽ ജർമ്മൻ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഫോർ ദാറ്റ്. സോ മെഡ്സിറ്റി എന്ന് പറയുമ്പോഴേക്കും അവർക്കൊരു കംപ്ലീറ്റ് വൺ സ്റ്റോപ്പ് സൊല്യൂഷനായിട്ട് അവർക്ക് മെഡ്സിറ്റിയെ കാണാം. ഫ്രം ബിഗിനിങ്, അല്ല, ജർമ്മൻ ലെവൽ ക്ലാസ്സസ് തൊട്ട് അവർക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നമ്മുടെ മെഡ്സിറ്റിയിൽ നിന്ന് തന്നെ ചെയ്യാം. വി കൻ അസിസ്റ്റ് ഫോർ എവറിത്തിങ്. അവരുടെ പ്രോസസ്സിങ് കാര്യമാണെങ്കിലും അത് കഴിഞ്ഞ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെത്തുന്നതിന് മുമ്പേ ആയിട്ടുള്ള ഈ മെഡിക്കൽ ജർമ്മൻ്റെ പ്രിപ്പറേഷൻ, അതുകൂടാതെ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഉള്ള അവരുടെ സപ്പോർട്ട്,
അപ്പോൾ ഇതൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് ആൻഡ് വി ക്യാൻ സേ ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ് വെ യു ഗെറ്റ് എവറിഥിങ്. It's a hypermarket. യെസ് യാ ഓക്കെ ഇറ്റ്സ് എ ഹൈപ്പർ It's മാർക്കറ്റ്. a hypermarket. It is like everything under one roof. നിങ്ങളിവിടെ വന്നാൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രിപ്പറേഷൻ മുതൽ കംപ്ലീറ്റ് അഡ്മിഷൻ യെസ് പ്രോസസ്, അഡ്മിഷൻ പ്രോസസ് ആൻഡ് മെഡിക്കൽ ജർമ്മൻ, yes. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, ലാൻഡിങ്, എല്ലാ അസിസ്റ്റൻസും ഉണ്ടാവും. ഗ്രേറ്റ്. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് മെഡിക്കൽ ജർമ്മൻ. ഈ ഒരു ഡിസ്കഷന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് മെഡിക്കൽ ജർമ്മൻ, അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് എന്താണ്, രണ്ട് ലെവൽസായി പഠിക്കുന്ന കാര്യങ്ങളും, ആൻഡ് ഹൂ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓർ ഫോർ ഹൂം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ആൻഡ് ഗോ ത്രൂ മെഡിക്കൽ ജർമ്മൻ. ഇതല്ലാതെ നിങ്ങൾക്ക് ഇനിയും ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു നോ വാട്ട് ടു ഡു, റൈറ്റ്? ജസ്റ്റ് ഷെയർ ദെം ആസ് കോമെൻറ്റ്സ് ബിലോ ദ വീഡിയോ. യെസ് താങ്ക് യു. താങ്ക് യു. MedCity International Academy. Trusted hands forever.